നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെറിയ പുസ്തകമാണ്. ഒരു ദിവസം കാട്ടിൽ എന്നുള്ളതാണ് ഈ പുസ്തകം. പണ്ട് നമ്മൾ കഥ കേട്ടിരിക്കുന്നത് ഈ വരികൾ ഇതിൽ കാണാം. പണ്ട് ഒരു കാട്ടിൽ ഒരു ദിവസം. അതിലെ ഒരു ദിവസം കാട്ടിൽ എന്നുള്ള വാക്കുകൾ എടുത്താണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ജീവൻ എസ് എം എന്ന എഴുത്തുകാരനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൽ ചിത്രം വരച്ചിരിക്കുന്നത് ദേവപ്രകാശാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമാണ്. എങ്കിലും അർത്ഥവത്തായ മറ്റ് മേഖലകളിലേക്ക് നമുക്ക് ചിന്തിച്ച് കൊണ്ടുപോകാവുന്ന ഒരു കഥയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ചെറിയ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം. ഇവിടെ ആദ്യത്തെ പേജിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ കടുവ, അമ്മക്കടുവ കിടന്നുറങ്ങുകയാണ്. സമീപത്തെ ഒരു കുഞ്ഞു മുയൽ ചിരിച്ചുകൊണ്ട് വരുന്നു. വയറ് നിറഞ്ഞിട്ടാണ് അമ്മക്കടുവ കിടക്കുന്നത്. ഈ മുയലിനെ കണ്ടപ്പോൾ കടുവയ്ക്ക് ഒരു കുസൃതി തോന്നി. പെട്ടെന്ന് ഒരു വലിയ അലർച്ചയോടുകൂടി മുയലിനെ പേടിപ്പിക്കുകയാണ്. പേടിച്ച മുയൽ ചാടി അമ്മക്കടുവയുടെ മുകളിൽ കഴുത്തിലേക്ക് കയറി പിടിക്കുകയാണ്. അമ്മക്കടുവിനെ ഇളക്കാതെ അവിടെ നിന്ന് നിലവിളിക്കുകയാണ്. ഇത് സഹിക്കാൻ കഴിയാതെ മുയലിനെ താഴെ ഇറക്കാൻ ശരീരമൊക്കെ കുടഞ്ഞു. പക്ഷേ എങ്ങനെയും സാധിക്കുന്നില്ല. നിലവിളിയാണെങ്കിൽ മുയൽ അങ്ങ് തുടങ്ങുകയാണ്. ഈ അമ്മക്കടുവ ആകെ കെണിഞ്ഞ പോലെയായി. മുയലിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞു നോക്കി. എങ്ങനെ മുയൽ നിലവിളി നിർത്തുകയോ താഴെ ഇറങ്ങുകയോ ചെയ്യുന്നില്ല. കുഞ്ഞു മുയലെ, നിലവിളി നിർത്ത്, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് ഉറങ്ങാൻ സമയമായി, ഒന്ന് നിർത്ത്. പക്ഷേ മുയൽ നിർത്തുന്നേയില്ല. അപ്പോഴാണ് ഈ അമ്മക്കടുവയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. തൊട്ടപ്പുറം വലിയൊരു പുല്ലുള്ള മൈതാനമുണ്ട്. അവിടത്തേക്ക് കുഞ്ഞുമുയലിനെ കൊണ്ടുപോയി. എന്നിട്ട് കാണിച്ചു കൊടുത്താൽ ഇവിടെയൊക്കെ ഇളം പുല്ലുകളാണ്, നീ പോയി തിന്നോ എന്ന് പറയുന്നു. ഉടനെ മുയൽ കരച്ചിൽ നിർത്തി ചിരിച്ചിറങ്ങി. അങ്ങനെ വീണ്ടും അവിടുത്തെ പുല്ലൊക്കെ തിന്ന് തീർത്തു. എന്തിനാ പറയുന്നത്, വീണ്ടും കരച്ചിൽ തുടങ്ങി. അമ്മക്കടുവയ്ക്ക് വീണ്ടും പ്രശ്നമായി. ഈ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നേയില്ല. അമ്മക്കടുവ ഉടനെ എന്തിനാ നീ കരയുന്നത്? എനിക്ക് വയറ് നിറഞ്ഞു, ഇനി ഉറങ്ങണമെന്ന്. ഉടനെ അമ്മക്കടുവ മുയലിനെ തൊട്ടടുത്ത് ഇരുത്തിയിട്ട് പാട്ട് പാടിയിട്ട് നല്ല ഉറക്കം കൊടുക്കുകയാണ്. അപ്പോൾ പാട്ട് പാടി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം വെറുതെ തലയോടി, പക്ഷേ എനിക്ക് പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പാട്ട് പാടി കൊടുക്കുകയാണ്. അങ്ങനെ മുയൽ ഉറങ്ങി. പക്ഷേ അമ്മക്കടുവക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം തൊട്ടപ്പുറം ഒരു വലിയൊരു പാമ്പ് ചേട്ടൻ ഉള്ളതാണ്. ആ പാമ്പ് ചേട്ടൻ വന്നിട്ട് ഈ മുയലിനെ പിടിച്ചാലോ എന്നുള്ള ഒരു സംശയത്തോടു കൂടി ഈ ഉറങ്ങുന്ന മുയലിനെ ഈ അമ്മക്കടുവ കാവലിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഒരു സ്നേഹമായിട്ട് ഇതിനെ തോന്നാം. എന്നാൽ നമുക്കിതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ. അമ്മക്കടുവ ഒരു നല്ലൊരു ഓമനത്വമുള്ള മുയലാണെന്ന് കരുതിയാണ് അതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ പിന്നീട് ഒരു ഒഴിഞ്ഞു മാറാത്തൊരു ബാധയായി അമ്മക്കടുവ മാറുകയാണ്. ഇതന്നെയാണ് നമ്മൾ സംഭവിക്കുന്നത്. നല്ലവനാണെന്നൊക്കെ കരുതി നമ്മൾ സൗഹൃദം കൂടാൻ വേണ്ടി പോകും. അപ്പം വളരെ പാവാണെന്നുള്ള ലുക്കിൽ തോന്നും. നമ്മൾ പോയി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇതൊരു വലിയൊരു കുടുക്കിലാണ് നമ്മൾ പെട്ടിരിക്കുന്നതെന്ന്. പിന്നീട് നമ്മൾ അവർക്ക് ഈ അമ്മക്കടുവ മുയലിന് കാവലിരുന്നത് പോലെ അവരുടെ ഓരോ കാര്യത്തിനും നമ്മൾ കാവലിരിക്കണം. നമ്മുടെ വ്യക്തിത്വമൊക്കെ പണയം വെച്ചുകൊണ്ടുള്ള അവന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളായി മാറും. ഇന്ന് നമ്മുടെ കേരളത്തിലും മറ്റുള്ളവരിലും ഈ ലഹരി ഏറ്റവും കൂടുതൽ അടിമകളായി മാറുന്നത് ഇത്തരത്തിലുള്ള കെണികളിലാണ് എന്ന് നമ്മൾ ഓർക്കുക. നമ്മളെ തന്നെയാണ് തിരിച്ചറിയേണ്ടത്. മറ്റുള്ളവരെയും തിരിച്ചറിയണം. അത് നമ്മളെ വെച്ചുകൊണ്ടായിരിക്കണം, നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മറ്റുള്ളവരോട് ഇടപെടേണ്ടത്. കാര്യങ്ങളെ മനസ്സിലാക്കാനും നന്നായി ഇടപെടാനും കഴിയുന്ന നല്ല മിടുക്കരാവണം. അതിന് നമുക്ക് വായന, ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് വായിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാവുന്നത്. നല്ല വായനക്കാരാവട്ടെ. നന്ദി, നമസ്കാരം.